ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇറച്ചി ഏതാണെന്ന് അറിയോ? ഒന്ന് ഗസ് ചെയ്യാമോ? മട്ടൻ, ചിക്കൻ? അത് പോർക്കാണ്. അതെ, അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഇറച്ചി അത് പന്നിയിറച്ചിയാണ്. യുണൈറ്റഡ് നേഷൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറയും ലോകത്ത് മാംസം ഉപയോഗിക്കുന്നതിൽ 36% പന്നിയിറച്ചിയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷമേ ചിക്കനും മട്ടനും എല്ലാം വരുന്നുള്ളൂ. എന്നാൽ ഇത്രയേറെ ആളുകൾ ഉപയോഗിക്കുന്ന മാംസം, അല്ലെങ്കിൽ ഇത്രയും പ്രചാരമുള്ള മാംസം, മറ്റു ചിലർ ഉപയോഗിക്കാൻ പാടില്ലാത്ത മാംസമായിട്ടാണ് കാണുന്നത്. മറ്റു ചിലരെന്ന് പറഞ്ഞാൽ ചില മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ. അത്തരത്തിൽ പന്നിയിറച്ചി ഉപയോഗിക്കാത്ത 2 മതങ്ങളാണ് ജൂതമതവും ഇസ്ലാം മതവും. പന്നിയിറച്ചി നിരോധിക്കാൻ മതപരമായിട്ട് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ മതങ്ങളെ ഒന്നും തൊടാൻ, ഈ മതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഗോത്രങ്ങളെ താമസിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക്, അവിടെ നിന്നുമാണ് ഈ പന്നിയുടെ കഥ ആരംഭിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം, പ്രപഞ്ചോൽപത്തി മുതൽ മതമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരോടായി പറയുന്നത്, ഈ വീഡിയോയുടെ മുൻപ് എഴുതി കാണിച്ചതുപോലെ ഇതൊരു കഥയല്ല, ഇതൊരു മതവുമല്ല, ഇത് ചരിത്രമാണ്. ചരിത്രം. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നവർ മാത്രം ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അല്ലാത്തവരോട് ഇവിടെ വെച്ച് നമുക്ക് സന്തോഷത്തോടെ പിരിയാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ജലലഭ്യതയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നദിയുടെ തീരത്ത് ഗോത്രങ്ങളായി താമസിക്കാൻ ആരംഭിക്കുന്നു. അതുവരെ അലഞ്ഞ് നായാടി ജീവിച്ചിരുന്ന മനുഷ്യർ ഗോത്രങ്ങളായി താമസിക്കാൻ തുടങ്ങിയതും അവരുടെ ജീവിത ആവശ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി വലിയ രീതിയിൽ കാട് കയ്യേറുന്നുണ്ട്. മനുഷ്യൻ കൂട്ടത്തോടെ കാട് കയ്യേറിയതോടെ പല മൃഗങ്ങളും ഉൾക്കാട്ടിലേക്ക് വലിയുകയാണ് ഉണ്ടായത്. അതിൽ പല മൃഗങ്ങളെയും, മനുഷ്യന് ഉപകാരപ്പെടുമെന്ന് തോന്നിയ പല മൃഗങ്ങളെയും മനുഷ്യൻ ഇണക്കി വളർത്തുകയും ചെയ്യുന്നുണ്ട്. ആട്, മാട്, കുതിരകൾ ഇവയെല്ലാം ഇതിൽ പെടുന്നതാണ്. ആടിനെ അവർ പാലിനും വസ്ത്രത്തിനും വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ മാടുകളെ അവർ കൃഷിക്കായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മനുഷ്യന്റെ ഇടപെടൽ മൂലം പല വൈൽഡ് അനിമലുകളും ഡൊമസ്റ്റിക് എനിമലായി മാറി. എന്നാൽ പന്നികൾ മാത്രം വൈൽഡ് എനിമലും അല്ലാതെ ഡൊമസ്റ്റിക് എനിമലും അല്ലാതെ ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുകയാണ് ചെയ്തത്. കാരണം പന്നികളെ കൊണ്ട് മനുഷ്യന് യാതൊരു തരത്തിലുള്ള ഉപയോഗവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പന്നികൾ ഉൾക്കാട്ടിലേക്കും പോകാതെ, മനുഷ്യനുമൊത്ത് ഇണങ്ങി ചേരുകയും ചെയ്യാതെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ കാടിന്റെ അരികു പറ്റി ജീവിക്കാൻ ആരംഭിച്ചു. അവയുടെ ഭക്ഷണം പ്രധാനമായും മനുഷ്യനെ ഒഴിവാക്കുന്ന വേസ്റ്റുകളും പലപ്പോഴും മനുഷ്യന്റെ വേസ്റ്റുകളുമായിരുന്നു. എന്നാൽ പിന്നെ മനുഷ്യനും പന്നികൾ ഉപയോഗിക്കാനായിട്ട് ആരംഭിച്ചു. അതായത് ആടിൽ നിന്നും പശുവിൽ നിന്നും പാലെടുക്കുകയും വസ്ത്രത്തിനായി തോലെടുക്കുകയും ചെയ്തു അവർ. അതുപോലെ തന്നെ കാളകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാനും ആരംഭിച്ചു. എന്നാൽ അവർ പന്നികളെ ഉപയോഗിച്ചത് ഇറച്ചിക്ക് വേണ്ടി മാത്രമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആടായാലും മാടായാലും പ്രസവിക്കുമ്പോൾ 1 കുഞ്ഞോ 2 കുഞ്ഞോ മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ പന്നികളാവട്ടെ ഒരു പ്രസവത്തിൽ 5 മുതൽ 8 വരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. മാത്രമല്ല മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് 5-6 മാസത്തിനുള്ളിൽ തന്നെ അവ വലുതായി വീണ്ടും പ്രസവിക്കാനായി തുടങ്ങുകയും ചെയ്യുന്നു. അതായത് മറ്റ് ജീവികളെ അപേക്ഷിച്ച് പന്നികൾ പെരുകുന്നത് വളരെ പെട്ടെന്നായിരുന്നു. അതുപോലെ തന്നെ ആ ഗോത്രത്തിൽ ഉണ്ടാവുന്ന വേസ്റ്റുകളും മനുഷ്യ വേസ്റ്റുകളും തിന്നുന്ന ഒരു ജീവിയായി മാറുകയും ചെയ്തു പന്നി. അതായത് മനുഷ്യൻ ഉപയോഗിക്കുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ചുമതല അത് പന്നിക്ക് ലഭിക്കുകയാണ്. അതോടെ പന്നികൾ ഈ ഗോത്രങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമായിരുന്നില്ല മനുഷ്യൻ പന്നികളെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം. മറ്റ് മൃഗങ്ങളെ വളർത്തുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല പന്നികളെ വളർത്തൽ. അവ കിട്ടുന്ന എന്ത് വേസ്റ്റും തിന്ന് വളരുമായിരുന്നു. ഗോത്ര സമൂഹങ്ങളുടെ പരിസരം വൃത്തിയാക്കുന്നതിൽ പന്നികൾ വളരെ വലിയ പങ്ക് വഹിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഗോവയിലും തമിഴ്നാട്ടിലും പിഗ് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് ഉയരമുള്ള ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് കെട്ടി താഴ്ഭാഗങ്ങൾ പന്നിയെ വളർത്തുന്ന ഒരു സിസ്റ്റമായിരുന്നു. മനുഷ്യന്റെ വേസ്റ്റ് നേരെ പോയി ഈ പന്നികൾക്കിടയിൽ വിടുകയും അവ കഴിച്ച് പന്നികൾ വളരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇത്. അത് കൂടുതലായി കണ്ടുവന്നിരുന്നത് ജൂഡോ ഐസ്ലാൻഡുകളിലായിരുന്നു. മാത്രമല്ല ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന പന്നിയിറച്ചികൾക്ക് വേൾഡ് മാർക്കറ്റിൽ വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ ഐസ്ലാൻഡിലെ പന്നികളുടെ മാംസത്തിന് ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ തലശ്ശേരി ബിരിയാണി, കോഴിക്കോട് ഹൽവ, മലപ്പുറം കത്തി എന്ന് പറയുന്നത് പോലെ ജൂഡോ ഐസ്ലാൻഡിലെ പന്നികൾ വളരെ പ്രശസ്തമായിരുന്നു. പന്നിയിറച്ചി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പലയിടത്തും ഭക്ഷിച്ചിരുന്നതായി കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കിമു 2550 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതാണ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. ഏകദേശം 455 അടി ഉയരമുള്ള ഈ വലിയ പിരമിഡ് നിർമ്മിക്കുന്ന സമയത്ത് അവിടുത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ്. പല ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങളും പല ഗ്രാമങ്ങളിൽ നിന്ന് ആടുമാടുകളെയുമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടേക്ക് പന്നി ഇറച്ചി മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല.
എന്നാൽ പിന്നീടുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ആടുമാടുകളെ കൊണ്ടുവന്നിട്ടുള്ള കോം ഇൽഹീസ് എന്ന ഗ്രാമത്തിൽ കൂടുതലായി പന്നിയിറച്ചികൾ ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടെത്തി. അതായത് പിരമിഡുകൾ നിർമ്മിക്കുന്ന കാലത്ത് തന്നെ അവിടുത്തെ മനുഷ്യർ പന്നിയിറച്ചി ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം. പിന്നെ എന്തുകൊണ്ടാണ് പിരമിഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പന്നികളെ കൊണ്ടുവരാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. അതിന്റെ ലളിതമായ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ പിരമിഡും ഈ ഗ്രാമങ്ങളും തമ്മിൽ വളരെയേറെ ദൂരവ്യത്യാസം ഉണ്ടായിരുന്നു. അവിടേക്ക് ഈ പന്നികളെ തളിച്ചു കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പന്നികളെ കൊണ്ടുവരുന്നതിലും എളുപ്പത്തിൽ അവർക്ക് ആടുമാടുകളെ ഈ സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇന്നുള്ള തുർക്കി, സിറിയ എന്നീ നാടുകളുടെ അടുത്ത് തെൽ അൽഫ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ തന്നെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റും കണ്ടുപിടിക്കുകയുണ്ടായി. അന്ന് അവർ മണ്ണിനടിയിൽ നിന്ന് വലിയൊരു നഗരത്തെ തന്നെയാണ് കണ്ടുപിടിച്ചത്. ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് പോലെ ഒരു കൾച്ചർ അവർക്കും ഉണ്ടായിരുന്നു, ഹലഫ് കൾച്ചർ. ഇത് ഏകദേശം BC 6100 കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ലഭിച്ച എല്ലുകൾ പരിശോധിച്ചപ്പോൾ അവരും കൂടുതലായി പന്നിയിറച്ചി ഉപയോഗിക്കുന്നത് കാണാൻ സാധിച്ചു. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. മഴയുള്ള സമയങ്ങളിൽ, കൃഷി ധാരാളമായി നടക്കുന്ന സമയങ്ങളിൽ അവർ വളരെ കുറച്ച് പന്നിയിറച്ചി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മഴയില്ലാത്ത സമയങ്ങളിൽ, കൃഷി നടക്കാത്ത സാഹചര്യങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന പന്നിയുടെ ഇറച്ചി വളരെ വലുതായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പന്നിയിറച്ചി ഒരു കാലത്ത് വലിയൊരു ജനവിഭാഗം ഉപയോഗിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്നു മുതലാണ്, എന്തുകൊണ്ടാണ് ഒരു കൂട്ടം പന്നിയിറച്ചി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇറച്ചിയായി കണക്കാക്കിയത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് 1-2 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, ആ കാലങ്ങളിൽ വളരെ ചീപ്പായി ലഭിക്കുന്ന ഒന്നായിരുന്നു പന്നിയിറച്ചി. പണക്കാരൻ പാവപ്പെട്ടവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഇറച്ചി സുലഭമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ പന്നിയിറച്ചി പാവപ്പെട്ടവന്റെ ഭക്ഷണമായി മാറുവാൻ ആരംഭിച്ചു. അതായത് പണക്കാരും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരും പന്നിയിറച്ചി ഉപയോഗിക്കാതെയായി. എന്താണെന്ന് വെച്ചാൽ പന്നിയിറച്ചി പാവപ്പെട്ടവരുടെ ഭക്ഷണം എന്ന ലേബലിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, പന്നിയിറച്ചി ഉപയോഗിക്കുന്നവർ സമൂഹത്തിൽ താഴെ തട്ടിലുള്ളവരും പന്നിയിറച്ചി ഉപയോഗിക്കാത്തവർ സമൂഹത്തിൽ മുകളിൽ തട്ടിലുള്ളവരും എന്ന ഒരു രീതിയിലേക്ക് അവർ മാറ്റി. അതായത് സമൂഹത്തിൽ ആളുകളെ തരംതിരിക്കുന്നതിന് വേണ്ടി പന്നിയിറച്ചിയെ അവരൊരു ആയുധമായിട്ട് ഉപയോഗിച്ചു. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, പന്നികളെ മനുഷ്യനുമായി ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഒരു ജീവിയായിട്ടായിരുന്നു പലരും കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ഒരുപാട് തെളിവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ കൂട്ടത്തിലെ ഒരാളെ കൊന്നു തിന്നുന്ന രീതിയിലാണ് അവർക്ക് പന്നിയെ കൊന്നു തിന്നുന്നത് കാണാൻ സാധിച്ചത്. പന്നിയും മനുഷ്യനും വളരെയേറെ സാമ്യമുണ്ടെന്ന് തെളിയിക്കാൻ പല കാരണങ്ങളുണ്ട്. 1922 അന്നത്തെ രാജാവിന് ഒരു പല്ല് ലഭിക്കുകയുണ്ടായി. എന്നാൽ ആദ്യത്തെ പരിശോധനയിൽ ആ പല്ല് നിയോലിറ്റിക് കാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ്റെതാണെന്ന നിഗമനത്തിലാണ് അവർ ആദ്യം എത്തിച്ചേർന്നത്. എന്നാൽ കൂടുതൽ പരിശോധനയിൽ ആ പല്ല് ഒരു പന്നിയുടേതാണെന്ന് മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്നത്തെ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് പരീക്ഷണങ്ങൾ പന്നിയെ വെച്ച് നടത്തുന്നുണ്ട്. എന്തിനധികം പറയുന്നു, കുറച്ചു കാലം മുൻപ് പന്നിയുടെ ഹൃദയം വെച്ച് ഒരു മനുഷ്യൻ വരെ ജീവിക്കുകയുണ്ടായി. മാത്രമല്ല മനുഷ്യൻ ഗോത്രങ്ങളായി താമസിക്കുന്നത് മുതൽ അവരോടൊപ്പമുള്ള ആ ജീവിയെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നിനെ കൊന്നു തിന്നുന്നത് തങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ കൊന്നു തിന്നുന്നതിന് തുല്യമായിട്ട് അവർ കണക്കാക്കിയിരുന്നു. അടുത്ത കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുമ്പോൾ നമ്മുടെ ഒന്നാമത് പറഞ്ഞ കാരണവും ഈ കാരണവും തമ്മിൽ വളരെയേറെ സാമ്യതകൾ കാണും. അതായത് ഈ പന്നികൾ ഭക്ഷിക്കുന്നത് കൂടുതലും വേസ്റ്റുകളാണ്. മനുഷ്യൻ്റെ തടക്കം വേസ്റ്റുകൾ കഴിച്ചിട്ടാണ് ഈ പന്നികൾ വളരുന്നത്. പിഗ് ടോയ്ലറ്റിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ മനുഷ്യൻ്റെ കണ്ണിൽ വളരെ മോശപ്പെട്ട ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഈ ജീവികളുടെ ഇറച്ചി അത്രയും അധപ്പതിച്ചതാണെന്ന് അവർ കണക്ക് കൂട്ടാൻ ആരംഭിച്ചു. അതായത് സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്നവർ മാത്രമാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം ഉപയോഗിക്കുക എന്ന ഒരു ലേബലിലേക്ക് പന്നിയിറച്ചി അവർ കൊണ്ടുപോയി. ഈജിപ്തിൽ ഒരു ഫറോവ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇറച്ചിയുടെ കൂട്ടത്തിൽ പന്നിയിറച്ചിയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതായത് ദൈവത്തിന് കാഴ്ചവെക്കാൻ മാത്രം മഹത്വം പന്നിയിറച്ചിക്ക് ഇല്ലായിരുന്നു എന്നവർ അന്നേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനുശേഷം ജൂതന്മാർ അവർ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇറച്ചികളുടെ ഒരു ലിസ്റ്റ് നിർമ്മിക്കുകയുണ്ടായി. ഇതിൽ പന്നിയിറച്ചിയും ഉണ്ടായിരുന്നു. ഏതെല്ലാം ഇറച്ചികൾ ഉപയോഗിക്കാം, ഏതെല്ലാം ഭക്ഷണങ്ങൾ ഉപയോഗിക്കാം എന്ന രീതിയിൽ അവരൊരു നിയമം പുറത്തിറക്കുകയുണ്ടായി. ആ നിയമവ്യവസ്ഥയെ ക്യാഷ് റൂട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഈ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, പന്നിയിറച്ചി ഉപേക്ഷിക്കുന്നതിലൂടെ അവർ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്ത് നിൽക്കുന്നവരായിട്ട് ഉയർത്തപ്പെടുമെന്ന വിശ്വാസമായിരുന്നു. അതായത് സമൂഹത്തിൽ ഉയർന്ന തട്ടിലുള്ളവർ പന്നിയിറച്ചി ഉപയോഗിക്കില്ല എന്നൊരു ലേബലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജൂതന്മാരെ മറ്റ് സമൂഹങ്ങളിൽ നിന്നും ഉയർത്തി നിർത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അവർ ഈ പന്നിയിറച്ചി ഒഴിവാക്കിയിരുന്നത്. പിൻകാലത്ത് ജൂതന്മാരിൽ നിന്ന് ക്രിസ്തു മതവും ഇസ്ലാം മതവും രൂപപ്പെട്ടു. എന്നാൽ ക്രിസ്തു മതത്തിൽ പന്നിയിറച്ചിക്ക് വലിയ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷേ ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോൾ ജൂതന്മാരെ പോലെ അവരും പന്നിയിറച്ചിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. പന്നിയിറച്ചി അവർ ഹറാമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അത് എന്തിനാണെന്ന് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ. മറ്റുള്ള സമൂഹങ്ങളെ അപേക്ഷിച്ച് അവരുടെ സമൂഹം കുറച്ച് ഉയർന്നതാണ്, കുറച്ച് ഉന്നതിയിലുള്ളതാണ് എന്ന തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് റൊമാനിയൻസും ഗ്രേക്കർമാരുമായിരുന്നു. കാരണം ഈ രണ്ടു കൂട്ടരും പന്നിയിറച്ചിയെ വളരെ മൂല്യമുള്ള ഇറച്ചിയായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പന്നിയുടെ ചോരയിൽ കൈ കഴുകിയാൽ പാപങ്ങളെല്ലാം തീർന്നു പോകുമെന്നൊരു വിശ്വാസവും ഇവർക്കുണ്ടായിരുന്നു. ദൈവത്തിന് ബലി കൊടുക്കാൻ പറ്റിയ ഉത്തമമായ മൃഗമായിട്ടായിരുന്നു അവർ പന്നിയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ബലി കൊടുക്കുന്ന പന്നിയുടെ രക്തത്തിൽ കൈ കഴുകിയ അത്രയും കാലം ചെയ്ത പാപങ്ങൾ തീർന്നു പോകുമെന്നൊരു വിശ്വാസവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം ജൂതന്മാർ മാത്രം മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവരിൽ വളരെ വിദ്വേഷം ജനിപ്പിക്കുകയുണ്ടായി. കാരണം അവരത്രത്തോടെ മൂല്യമായി കരുതുന്ന പന്നിയിറച്ചി ഇവർ വളരെ മോശമായ ഒരു ഭക്ഷണമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ആ പന്നിയിറച്ചി ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ സമൂഹത്തിൽ മോശപ്പെട്ടവരും താഴെ നിലയിലുള്ളവരുമാണെന്ന വിശ്വാസവും അവർക്കിടയിലുണ്ടായിരുന്നു. പന്നിയിറച്ചിയെ നിന്ദിച്ചത് അവർക്ക് പലർക്കും രസിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പന്നിയിറച്ചി കഴിക്കാത്തവരുടെ തല വെട്ടി മാറ്റാൻ വരെ ഗ്രേക്ക് രാജാവ് ആന്റിയോക്സിഡന്റ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പന്നിയിറച്ചി കഴിക്കാൻ നിർബന്ധിച്ച് അത് കൂട്ടാക്കാതെ മരണപ്പെട്ട ഒരുപാട് ജൂതന്മാരും ഉണ്ടായിരുന്നു. അതായത് തല പോയാലും പന്നിയിറച്ചി കഴിക്കില്ല എന്ന ദൃഢമായ തീരുമാനത്തിലായിരുന്നു അവർ. എന്നാൽ ജൂതന്മാർ വെറും ഒരു നിയമം ഇറക്കിയപ്പോൾ തന്നെ എല്ലാവരും പന്നിയിറച്ചി ബഹിഷ്കരിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വേറൊന്നാണ്. വെറും ഒരു നിയമം അനുസരിച്ചായിരുന്നില്ല അവർ പന്നിയിറച്ചിയെ ഒഴിവാക്കിയത്. അവിടെയാണ് അവർ ദൈവത്തിനെ കൂട്ടുപിടിച്ചത്. പന്നിയിറച്ചി കഴിക്കുന്നവർ സമൂഹത്തിൽ താഴെത്തട്ടിലേക്ക് പോവുകയും ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്ന ഒരു പ്രചരണം അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ജനങ്ങളും എന്നേക്കുമായി പന്നിയിറച്ചി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മതങ്ങൾക്ക് മുൻപേയുള്ള ചരിത്രം എന്നെടുത്ത് പരിശോധിച്ചാൽ മൂടി വയ്ക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും നിങ്ങൾക്കുണ്ടാകും. എല്ലാം നിങ്ങൾ കമൻ്റായി താഴെ രേഖപ്പെടുത്തണേ. കാരണം ഓരോ അറിവും വിലപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു കഥയല്ല, ഇതൊരു മതവുമല്ല, ഇത് ചരിത്രം മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.